എന്താണ് തിരുമേനിയുടെ ആഗമന ഉദ്ദേശം? വിവരിക്കുക. പറഞ്ഞോ. പണത്തിന് ഇത്തിരി ബുദ്ധിമുട്ട് വന്നപ്പോ ഇല്ലത്തെ ഒരു മുറി വാടകയ്ക്ക് കൊടുത്തു. സിനിമാ തിയേറ്ററിൽ കരിഞ്ചന്തയ്ക്ക് ടിക്കറ്റ് വെക്കുന്ന ഒരു വലിയ റൗഡിയാണ് വാടകക്കാരെന്ന് ഞാൻ വളരെ വൈകി അറിഞ്ഞത്. ഇപ്പൊ വലിയ ശല്യമായിരിക്കണോ? മദ്യപിച്ചിട്ട് വരിക, മീൻ വരച്ച് കഴിക്കുക, എന്റെ പെൺകുട്ടികളെ നോക്കണ്ടാത്ത രീതിയിലൊക്കെ നോക്കുക. സഹിക്കാൻ പറ്റാണ്ടായപ്പോ ഒഴിഞ്ഞു പോവാൻ പറഞ്ഞു. കേട്ട ഭാവമില്ല. എന്താ പേര്? ആ റൗഡിയുടെ പേര് കരിഞ്ചന്ത വാസുന്നാ. ഒരു ഒഴിയാബാധയാ. ശരി. പണ്ടത്തെ കാലത്തൊക്കെ ബാധ വന്ന് ഒഴിപ്പിക്കാൻ ഞങ്ങൾ നമ്പൂതിരിവരെ വിളിപ്പിക്കാറ്. ഇന്നിപ്പോ നമ്പൂതിരിയുടെ വീട്ടില് ബാധ ഒഴിപ്പിക്കാൻ പോലീസുകാര്. കാലം പോയൊരു പോക്കേ. എന്തായാലും നമ്പൂതിരി, നമുക്ക് ഈ ഒഴിയാബാധ അങ്ങോട്ട് തളച്ചാലോ? എനിക്കെന്ത് കിട്ടും? പുണ്യം കിട്ടും. പുണ്യമൊക്കെ ആർക്ക് വേണം തിരുമേനി? ആ പുണ്യം പണമായിട്ട് എന്റെ അക്കൗണ്ടിൽ ഇട്ടാ മതി. തിരുമേനി പൊക്കോ, ഞാൻ അവിടെ എത്തിയേക്കാം. നമസ്കാരം. നമസ്കാരം. ഏത് മുറിയുന്ന തിരുമേനി അവനെ ഒഴിപ്പിക്കണ്ടേ? ആ മുറിയതാ. ഇവരൊക്കെ എന്റെ മക്കളാ. സരിത, സവിത, സംഗീത. ഹൈ, സരിത, സവിത, സംഗീത. അത് ശരി. ഇതൊക്കെ ഇവിടുത്തെ തിയേറ്ററുകളുടെ പേരുകളല്ലേ? വെറുതെയാണോ തിയേറ്ററിലെ ബ്ലാക്കിന് ടിക്കറ്റ് വിൽക്കുന്ന റൗഡി ഇവിടെ കിടന്നിങ്ങനെ ചുറ്റിത്തിരിയണത്? ചോദിക്കാനും പറയാനും തിരുമേനിക്ക് ഒരു ഷേണായിസോ ശ്രീധറോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ പോലുള്ളവർ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കൂ. ചാക്കോ, അവനെ വിളിക്കോ. ആരാണത്? എന്ത് വേണം? എന്താ സാറേ? ഈശ്വര, എന്നാലും എന്റെ തിരുമേനി, ഇത് കോണം പോണ പരിപാടിയായിപ്പോയി. എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? ഇവന്റെ ഒരു ഫോട്ടോയെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഞാൻ ലീവിലാന്ന് പറയായിരുന്നു. എന്താ സാറേ, എന്നെ കാണാൻ വിളിപ്പിച്ചതാ? അല്ല, അത് ചാക്കോ സാർ, 2 കസേര എടുക്ക. ഇനിയിപ്പോ ഇരുന്ന് സംസാരിക്കാം. കരിഞ്ചന്ത വാസു, ബ്ലാക്കിന് ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന കാശിന് മുഴുവൻ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് അതൊരുട്ടി മസിലാക്കണല്ലേ? ഇരിക്കല്ലേ? അനധികൃതമായി താനിവിടെ കയറി താമസിക്കുന്നു എന്നും പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ട്. താനിവിടെ താമസിക്കുന്നതിൽ ഇതിന്റെ ഹൗസ് ഓണർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കെട്ടും പാണോടത്ത് ഇവിടുന്ന് പുറത്തു പോകണം. ഇല്ലെങ്കിലോ? എടോ, ഒരു CI അല്ലടോ വന്ന് പറയണത്. CI സാറ് വന്ന വഴിക്ക് പോവാൻ നോക്ക്. പോ, ചെല്ല്. എന്റെ മസിലിന് വെറുതെ പണി ഉണ്ടാക്കരുതേ. എന്താ ചെയ്യാ തിരുമേനി? പോവാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പോവാന്നല്ലാതെ. ഇവൻ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിട്ട്. ഇതിന്റെ അകമൊക്കെ കൊള്ളാലോ തിരുമേനി. 400 വർഷം പഴക്കമുള്ള വളരെ പാരമ്പര്യമുള്ള ഒരു തറവാടായത്. ആണോ? പാരമ്പര്യമുള്ള ഒരു തറവാട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ. ഇത് ആശ്ചര്യമായിരിക്കുന്നു. ചാക്കോ, ഇത്രയധികം സൗകര്യമുള്ള ഒരു വീടുള്ളപ്പോ ഞാൻ എന്തിനാടോ ലോക്കപ്പിൽ കിടന്ന് വെറുതെ കൊതുകടിയുള്ളത്? എന്റെ താമസം ഇങ്ങോട്ട് മാറ്റിയാലോ? സാറേ, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല തിരുമേനി, ഒരു ബുദ്ധിമുട്ടുമില്ല. തിരുമേനിയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. ചാക്കോ, എന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യൂ. ഭാവിയിൽ നമ്മൾ ഇതൊരു പോലീസ് സ്റ്റേഷൻ ആക്കുന്നു. അഗ്നി മാറി ഇപ്പൊ പ്രളയായോ? എടോ, ഇതൊരു ഇല്ലോടോ. ഇത് ഓളിയം കുറച്ച് ഓടിക്ക്. എത്രയായി? 2300. കണക്കൊക്കെ ശരിയാണോ? എന്തോ ചോദ്യം കേട്ടാത്തോന്ന് ഇപ്പൊ ഇങ്ങോട്ട് തരാനാണെന്ന് കുറിച്ചു വെക്കാനല്ലേ? അതല്ലടാ, ആറ്റിക്കളഞ്ഞില്ലെങ്കിലും അളന്ന് കളയണമെന്നാണല്ലോ. എന്താ തിരുമേനി, മരോട്ടിക്ക തിന്ന കാക്കയെ പോലെ ഒരു മ്ലാനത? സന്തോഷിക്കല്ലേ വേണ്ടത്? കരിഞ്ചന്ത വാസ്തു ഒഴിഞ്ഞു പോയില്ലേ? ഒഴിഞ്ഞു. ഇപ്പൊ ഒഴിഞ്ഞവൻ ഒഴിപ്പിച്ചവൻ ഒഴിച്ചോണ്ടിരിക്കുക. എന്റെ വാസു, ആ കസേര കൊണ്ടുള്ള ഒറ്റയടിക്ക് നീ വീണില്ലായിരുന്നെങ്കിൽ എന്റെ വില പോയേനെ. ആ ഒറ്റയടിക്ക് ഞാൻ വീണതുകൊണ്ട് ഇവിടുത്തെ എന്റെ വില പോയി. ആ ഒരു കടപ്പാട് എനിക്ക് എന്നും ഉണ്ടാവും വാസു. സാറിന് കടപ്പാട്? എനിക്ക് എന്റെ കടപ്പാടാ പോയത്. ഒറ്റയടിക്ക് ഞാൻ വീണ കാര്യം നാട്ടിൽ പോകാൻ പാട്ടായി. എന്റെ വില പോയി. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ പോവാ. ഒരിക്കലും കാണേണ്ടി വരില്ലേ? ആരാ അടുത്തത്?
നീ എന്തിനാ അറിയണേ? സന്തോഷം കൊണ്ടാണ് സാറേ, സന്തോഷം കൊണ്ട്. ഇനി എനിക്ക് വെള്ളം അടിക്കണമെങ്കിൽ ബാറി പോകണ്ടല്ലോ, സാർ ഇവിടെ ഉണ്ടല്ല. ഇവിടുത്തെ പരട്ട തിരുമേണ്ട പരാതിയും കൊണ്ട് സാറിന്റെ അടുത്ത് വരാൻ തോന്നിപ്പിച്ചതേ ദൈവമാണ് സാറേ, ദൈവം. സാർ ഇവിടെ മരിക്കണവരെ താമസിച്ചോ? ഇനി ഇല്ലത്ത് താമസിക്കാൻ സാറിന് ചമ്മലാണെങ്കിൽ ഒരു ടൊയ്നൂല് മേടിച്ച് പൂണൂലാക്കി ജപിച്ചിട്ടോ. ഇവിടുത്തെ പരട്ട തിരുമേനോട് പോകാൻ പറ. അയാൾക്ക് എപ്പാ നോക്കിയാലും പരാതിയും പച്ചക്കറി മാത്രമുള്ളൂ. കിടക്കണില്ലേ? ഉള്ള ഉറക്കൂടെ പോയി. കേട്ടില്ലേ ബഹളവും അട്ടഹാസവും ഒക്കെ? മോൾ ഐശ്വര്യമായി പോയി ജോയിൻ ചെയ്യും. അമ്മാവൻ പോയിട്ട് 20. ഓ കൃഷ്ണൻ നമ്പൂരിയല്ലേ? ഏയ്, എന്താ ഗോവിന്ദനൊരു സംശയം? കണ്ടിട്ട് കുറെ കാലായല്ലോ. എന്താ തിരുമേനി ഇവിടെ? കളക്ടറുടെ പ്യൂണിന്റെ ഒരു പരിചയക്കാരനാ. ആ. ഞാൻ ഒരിക്കൽ ഫോണിലൂടെ സൂചിപ്പിച്ചിരുന്നില്ലേ ഒരു ഉയർബാധയുടെ കാര്യം? ഓ, ഞാനതങ്ങ് മറന്നു. ഒരു റൗഡിയുടെ കാര്യമല്ലേ? ഇപ്പൊ അയാളല്ല, അയാളെ ഒഴിപ്പിച്ചൊരു പോലീസുകാരനാ പുതിയ അവതാരം. തിരുമേനി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ആ. നമ്മുടെ സേതുലക്ഷ്മിക്ക് ഇങ്ങോട്ടാ സ്ഥലം മാറ്റം, സബ് കളക്ടറായിട്ട്. ഔ, ഭാഗ്യായി. രണ്ടുപേർ കൊല്ലപ്പെടുകയും അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട CI രാജൻ ജോസഫിനെയും കുറിച്ചുള്ള പോലീസ് എൻക്വയറി റിപ്പോർട്ടാണിത്. ഇതിൽ വിശ്വാസമില്ലെന്നും പറഞ്ഞ് കോളനി നിവാസികൾ കോടതിയെ സമീപിച്ചിരുന്നു. The court has entrusted us to inquire into this case. I give this case to you. I expect that you will do it perfectly. സത്യസന്ധമായ റിപ്പോർട്ട് ഞാൻ സേതുലക്ഷ്മിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഫിഷറീസിൽ നിന്നുള്ള ഈ മാറ്റം ഇപ്പൊ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ സേതുലക്ഷ്മിക്ക്? ഒരിക്കലുമില്ല മാഡം. I take it as a challenge. Good. All the best. Thank you, madam. മര്യാദക്ക് ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടം. ഹലോ. ആ സിയ, ആര്? ഞാൻ സബ് കളക്ടർ സേതുലക്ഷ്മി. ഓ, എന്താ മാഡം? നിങ്ങളെ കുറിച്ച് ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്റെ പേരിൽ കംപ്ലൈന്റോ? അതെ, നിങ്ങൾ താമസിക്കുന്ന കൃഷ്ണൻ നമ്പൂതിരിയുടെ വീട് ഉടനെ ഒഴിഞ്ഞു കൊടുക്കണം. ഓ, ആ വീടോ? മാഡം, ഞാനതങ്ങനെ താമസിക്കുന്ന ഒരു വീടല്ല. അതെന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട്, ഐ മീൻ ആ തിരുമേനിക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഞാൻ അവർക്കൊരു കോംപ്ലിമെന്റ് ആയിട്ട് എഴുതാ. പക്ഷെ അവരത് കംപ്ലൈന്റ് ആക്കിയോ. ആ കുടുംബത്തിന് റൗഡിയുടെ ഭീഷണിയുണ്ട്. തന്നെയുമല്ല, വേടിപ്രായം കഴിഞ്ഞ് ഹൗസ്ഫുൾ ആയി നിൽക്കുന്ന, സോറി, പൊരം നിറഞ്ഞു നിൽക്കുന്ന 3 പെൺകുട്ടികളുള്ള വീടാണ്. ആ കുട്ടികൾക്ക് ഞാനൊരു കാവൽ വിളക്കാണ്. അത് ഊതിക്കെടുത്തിയാൽ മാഡം, പിന്നെ ഞാൻ പറയുന്നില്ല, അവിടെ ഒരു പീഡന പരമ്പര തന്നെ അരങ്ങേറും. സ്റ്റോപ്പ് ഇറ്റ്. പെൺകുട്ടികളെ നോക്കാൻ അവരുടെ അച്ഛനമ്മമാരുണ്ട്. അത് കേരള പോലീസിന്റെ ഡ്യൂട്ടി ഒന്നുമല്ല. 24 മണിക്കൂറിനകം നിങ്ങൾ ആ വീട് ഒഴിഞ്ഞു കൊടുത്തിരിക്കണം. ഇറ്റ്സ് എൻ ഓർഡർ ഫ്രം സബ് കളക്ടർ. ഉപകാരായി. രാഘവ, എടോ രാഘവ, എന്താണാവോ? ആരാണ് അവിടുത്തെ സബ് കളക്ടർ? ആളെ ഞാൻ കണ്ടിട്ടില്ല, പുതിയൊരു കുട്ടിയാണെന്ന് കേട്ടു. കുട്ടിയാലും പട്ടിയാലും എനിക്കെന്താ? ഇവിടൊക്കെ വിളിച്ചു പറയുമ്പോ വീട് ഒഴിഞ്ഞു പോകാൻ ഞാനെന്താ അവളുടെ വേലക്കാരനോ? എടോ, ഞാനാരെന്ന് തനിക്കറിയില്ലേ? സർക്കിള്. സാറ് കോൺസ്റ്റബിൾ ആണെന്ന് ആരെങ്കിലും പറഞ്ഞു? ഞാനിപ്പോ എന്താ വേണ്ടേ? എടോ, ഓസിനൊരു വണ്ടിയും വാടകയില്ലാത്തൊരു വീട് ഒന്ന് തപ്പി എടുക്കണോ? 24 മണിക്കൂർ ഞാൻ കാണിച്ചു കൊടുക്കണ്ട അവൾക്ക് ഞാൻ ആരാ മോന്? അല്ല, സത്യത്തിൽ സാറ് ആരുടെ മോനാ? വേറെ ഒന്നുണ്ടല്ലോ, അവര് ചോദിക്കണേ പറഞ്ഞു വെച്ചിട്ട്. ഒന്ന് പോടോ. ശരി, അപ്പൊ അതുവരെ അറിയില്ലല്ലേ. എന്റെ മോനാണെന്നെങ്കിലും പറയോ? സാറേ, സാധനങ്ങളൊക്കെ കെട്ടിക്കഴിഞ്ഞു, നമുക്കങ്ങ് വിട്ടാലോ? ഏയ്, തിരുമേനിയെ കണ്ട് യാത്ര പറയാണ്ട് എങ്ങനെയാ പോവുക? ഭഗവാനെ, എന്താവോ? വന്നല്ലോ തിരുമേനി. ദാ, എനിക്കിട്ട് പണി എന്നിട്ട് വരണണ്ടില്ലേ? തിരുമേനിക്ക് മേളിൽ നല്ല പിടിപാടാണല്ലേ? മേളിൽ നിന്ന് ആജ്ഞാപിച്ച പെമ്പർനോത്തി തിരുമേനിയുടെ ആരാ? ആ സബ് കളക്ടറെ. പാലക്കാട് ആ കുട്ടിയുടെ വീടിനടുത്തായിരുന്നു അന്തർജലത്തിന്റെ ഇല്ല. അവൾ എന്നോട് വിളിച്ച് പറഞ്ഞിരിക്ക 24 മണിക്കൂറിനൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു വെക്കോളണമെന്ന്. എന്നെ പട്ടി കേൾക്കും. അവളോട് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ 12 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോയെന്ന്. എന്നോട് അനിഷ്ടം തോന്നരുത്. മൂത്ത കുട്ടിക്ക് വേളിയായിട്ട് നിൽക്കുക. മൂത്തത് വേലി ചാടാൻ നിൽക്കണം. അയ്യോ അല്ല, കല്യാണം. ഒരച്ഛന്റെ വേദന സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രസവിച്ച അമ്മയല്ലേ, അച്ഛനിപ്പ എന്താ വേദന? വരുതെങ്കിലും നടന്നാ പോരെ? തിരുമേനി, ഞാനിപ്പോ പോവാ. പക്ഷെ ഒന്നോർത്തോ, സർക്കിൾ ഇൻസ്പെക്ടർ മാധവൻകുട്ടിയുടെ സർക്കിളിലാണ് ഈ വീട്. സരിത, സവിത, സംഗീത. വേളി വലിയ പാടാ.